ആർക്കെങ്കിലും ഇങ്ങനെ ഊഹിച്ച് നമ്മെക്കുറിച്ച് തെറ്റിദ്ധരിക്കാൻ സാധ്യതയുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കാൻ പാടില്ല. വേറൊരാൾക്ക്, ഒരു വിശ്വാസി എപ്പോഴും ശ്രദ്ധിക്കണം, മറ്റേ ആൾക്ക് ഇങ്ങനെ എന്താ ഇപ്പൊ അവൻ അവിടെ ഉണ്ടായത്, അങ്ങനെയുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ല. നമുക്കൊക്കെ സാധാരണ അറിയുന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ ജീവിതത്തിൽ ഉണ്ടായ ഒരു സംഭവം ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സഫിയ ബിൻതു ഹുയൈ റളിയല്ലാഹു അൻഹ പ്രവാചകന്റെ പത്നിയാണ്. അവർ പറയാണ്, ഖാലത് കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുഅ്തഖിഫൻ, പ്രവാചകൻ ഇത്തികാഫിരിക്കുകയായിരുന്നു. അങ്ങനെ ഫഅതൈതുഹു അസൂറുഹു ലൈലൻ, ഒരു രാത്രിയിൽ പ്രവാചകനെ അടുത്തേക്ക് ഞാൻ ചെന്നു എന്ന് പറഞ്ഞാൽ പള്ളിയിലൂടെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്തേക്ക് ഞാൻ ചെന്നു. ഫഹദ്ദസ്തുഹു, എന്നിട്ട് ഞാൻ കുറച്ച് സമയം സംസാരിച്ചു. സുമ്മ ഖുംതു, പിന്നെ അവിടെ എഴുന്നേറ്റ് പോന്നു. ആ സമയത്ത് ഫൻഖലബത് ഫഖാമ മഈ ലിയഖ്ലിബനി, എന്നെ തിരിച്ചയക്കുന്നതിന് വേണ്ടി പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം രാത്രിയാണ് എന്റെ കൂടെ വന്നു. പള്ളിയിൽ നിന്ന് ഭാര്യയായ സഫിയ റളിയല്ലാഹു അൻഹയെ വീട്ടിലേക്ക് ആക്കുന്നതിന് വേണ്ടി കൂടെ വന്നു. വകാന മസ്കനുഹാ ഫീ ദാരി ഉസാമ ഇബ്നു സൈദ്, അവർ പറയും ഉസാമ ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് അവിടെ ആയിരുന്നു എന്റെ വീട്. അങ്ങനെ എന്റെ പിറകെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നു. അങ്ങനെ പോവാൻ സഫിയ റളിയല്ലാഹു അൻഹ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം. ഫമറ റജുലാനി മിനൽ അൻസ്വാർ, അപ്പോൾ അതിലൂടെ അൻസ്വാരികളിൽപ്പെട്ട രണ്ടാളുകൾ ഇങ്ങനെ നടന്നുപോയി. ഫലമ്മ റഅയ അന്നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം അസ്റഅ, ഇവർ പ്രവാചകനെ കണ്ട മാത്രയിൽ ഇവർ ഒന്നുകൂടി ധൃതിയിൽ ഇവരിങ്ങനെ പോകുന്നുണ്ട്, അപ്പൊ ഒന്നുകൂടി സ്പീഡിൽ അവരങ്ങ് നടന്നു. ഫഖാല നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം, അപ്പൊ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ റിസ്ലികുമാ ഇന്നഹാ സഫിയ ബിൻതു ഹുയൈ, ഇങ്ങനെ സ്പീഡിൽ പോകുന്ന ആളുകളെ അടക്കിന്ന് പറഞ്ഞു. പ്രവാചക തിരുമേനി സല്ലല്ലാഹു നിക്ക് അടക്കി, അങ്ങനെ പോവില്ലേ, ഇതെന്റെ ഭാര്യ സഫിയയാണ്. മനസ്സിലാവുണ്ടല്ലോ അല്ലെ, ഇതെന്റെ ഭാര്യ സഫിയയാണ്. ഫഖാല, ആ സമയത്ത് ഫഖാല, അവർ രണ്ടുപേരും പറഞ്ഞു, സുബ്ഹാനല്ലാഹ് യാ റസൂലല്ലാഹ്, എന്താ നബിയെ. ഒരു അത്ഭുതത്തോടു കൂടി പറയാം, ഞങ്ങൾ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ല, ഇങ്ങനെ തിരുത്തേണ്ട കാര്യമൊന്നുമില്ല. അപ്പോൾ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്ന ശൈത്വാന യജ്രി മിനൽ ഇൻസാനി മജറഅദ് ദം, തീർച്ചയായും ശൈത്താൻ മനുഷ്യന്റെ ശരീരത്തിലെ രക്തം എവിടേക്ക് എത്തുന്നുണ്ടോ അവിടെയൊക്കെ ശൈത്താൻ എത്തും. അത്രയും അടുത്ത് ശൈത്താൻ ഇടപഴകുന്നുണ്ട്. അതുകൊണ്ട് ഇന്നി ഖശീതു അൻ യഖ്ദിഫ ഫീ ഖുലൂബികുമാ സുആ, ഞാൻ ഭയപ്പെടുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ എന്തെങ്കിലുമൊക്കെ മോശം ചിന്ത ശൈത്താൻ ഇട്ട് തരോ. സുഹൃത്തുക്കളെ, ആരെക്കുറിച്ച് അത് പറയുന്നത്? ആരെക്കുറിച്ചാ? അൻസ്വാരികളായ രണ്ട് സ്വഹാബികൾ അല്ലെ, അവർ വിചാരിക്കുന്നതായിട്ട് ആരെക്കുറിച്ചാ? മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പിന്നെ നമ്മുടെ കാര്യം, ആ സ്വഹാബികളെ പിഴപ്പിക്കാൻ ഈ വിഷയത്തിൽ സാധ്യതയുണ്ട്. ആര്? ശൈത്താൻ അല്ലെ. അത് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വിഷയത്തിലാണെങ്കിൽ പോലും സാധ്യതയുണ്ട്. അപ്പൊ പിന്നെ സാഹചര്യം ഉണ്ടാക്കുക എന്നുള്ളത് നന്നായി ശ്രദ്ധിക്കണം. ഇനി എന്തെങ്കിലുമൊക്കെ സംശയം മറ്റുള്ളവർക്ക് തോന്നാൻ സാധ്യതയുണ്ടെങ്കിൽ എന്ത് വേണം? ഇവിടുന്ന് എന്താ മനസ്സിലാവുന്നത്? അത് തിരുത്തി കൊടുക്കണം. നിങ്ങൾ വിചാരിക്കണ പോലെ ഇങ്ങനെയൊക്കെ വിചാരിക്കാൻ സാധ്യതയുണ്ട്. ഈ സ്വഹാബികൾ അവർ പറഞ്ഞു, സുബ്ഹാനല്ലാഹ് അല്ലാഹുവിന്റെ റസൂലെ, ഞങ്ങൾ അങ്ങനെ, എന്നാൽ പോലും ശൈത്താൻ ഈ പണിയെടുക്കുന്നില്ലതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ ദുഷിച്ച സ്വഭാവം ഒരിക്കലും ഉണ്ടാവാൻ പാടില്ല.